ഞങ്ങളെ ജിഹാദി സ്ഥാപനങ്ങൾ എന്ന് ഇനി വിളിക്കരുത്. മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വിശാലമായ ലോകത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. 79ാമത് സ്വാതന്ത്ര്യദിനം ഒരു പുതിയ തുടക്കമാകട്ടെ. ഒരു കൈയിൽ ഖുറാനും മറുകയിൽ ത്രിവർണ്ണ പതാകയും പിടിച്ച് മദ്രസ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ സുവർണ കാഴ്ചയാവുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ അനുസരിക്കുന്നതിന്റെ മനോഹരമായ കാഴ്ച. മദ്രസ പഠനം ഒരിക്കലും മോശമല്ല. പക്ഷേ ഖുറാൻ പിടിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ മൗസും വിദ്യാർത്ഥികൾ കയ്യിൽ വെക്കണം എന്ന മോദിയുടെ വാക്കുകളുടെ സാക്ഷാത്കാരം കൂടിയാണ് ഈ ആഘോഷക്കാഴ്ച. 79ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി തിരംഗയാത്ര സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഹരിയാനയിലെ മദ്രസകൾ. ഇതിൽ നൂഹിൽ സംഘടിപ്പിച്ച തിരംഗയാത്രയാണ് വ്യാപകമായ ശ്രദ്ധ ആകർഷിക്കുന്നത്. പസ്മാനന്ദ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് തിരംഗയാത്ര സംഘടിപ്പിച്ചത്. ഈ മാർച്ചിൽ വിവിധ മദ്രസകളിൽ നിന്നുള്ള 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുട്ടികളുടെ ഒരു കൈയിൽ ഖുറാനും മറുകയിൽ ത്രിവർണ്ണ പതാകയും ഉണ്ടായിരുന്നു. യാസിൻ മിയോ ഡിഗ്രി കോളേജിൽ നിന്നാണ് തിരംഗയാത്ര ആരംഭിച്ചത്. ത്രിവർണ്ണ പതാകയും ഖുറാനും കയ്യിൽ പിടിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ മാർച്ച് ചെയ്തു. യാത്ര നഗരത്തിലെ സെൻട്രൽ മാർക്കറ്റിലൂടെ കടന്നുപോയി ഗാന്ധി പാർക്കിലെത്തി. ജിഹാദി സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ തിരംഗയാത്ര എന്നാണ് പസ്മാനന്ദ ഫൗണ്ടേഷന്റെ ഡയറക്ടർ മുഹമ്മദ് മിറാജ് റെയിൻ പറയുന്നത്. മദ്രസ വിദ്യാർത്ഥികളുടെ ഒരു കൈയിൽ ഖുറാനും മറുകൈയിൽ കമ്പ്യൂട്ടർ മൗസും ഉണ്ടായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിനെക്കുറിച്ചും മുഹമ്മദ് മിറാജ് റെയിൻ പരാമർശിച്ചു. അതാണ് ഞങ്ങൾ പിന്തുടരുന്നത്. മദ്രസകളിൽ ആധുനിക വിദ്യാഭ്യാസവും കമ്പ്യൂട്ടർ ആക്സസും വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഈ തിരംഗ യാത്രയിൽ ധാരാളം മദ്രസ പെൺകുട്ടികളും യാത്രയിൽ പങ്കെടുത്തു. ദേശസ്നേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു. മദ്രസകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇനി വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് ഫൗണ്ടേഷൻ അംഗമായ റുക്കിൻ പറയുന്നു. സംഘപരിവാറിന്റെ ഉപസംഘടന മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ കീഴിൽ രാജ്യത്താകമാനം മദ്രസകൾ സ്ഥാപിക്കുക എന്ന പദ്ധതിയിൽ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജില്ലയിലാണ് ആദ്യ മദ്രസ നിർമ്മിക്കാൻ ഒരു തീരുമാനം 2019 വന്നത്. ദേവഭൂമി എന്ന് നാമകരണം ചെയ്യപ്പെട്ട സ്ഥലത്ത് കെട്ടിട നിർമ്മാണം എന്നായിരുന്നു പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മദ്രസകൾ സ്ഥാപിച്ചത്. സിലബസുകൾ ക്രമീകരിച്ചിരിക്കുന്നതും അദ്ദേഹത്തിന്റെ താൽപര്യപ്രകാരം തന്നെയാണ്. ഒരു കൈയിൽ ഖുറാനും മറുകൈയിൽ കമ്പ്യൂട്ടറും എന്ന അദ്ദേഹം ആഗ്രഹിച്ച വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഈ മദ്രസകളിൽ നടപ്പിലാക്കാൻ 2019 പദ്ധതി വന്നത്. എന്തായാലും ആ പദ്ധതിയുടെ തുടർച്ച എന്നോണം 79ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഇത്തരത്തിലൊരു മനോഹരമായ ഒരു കാഴ്ച രാജ്യത്തിന്റെ മതേതരത്വത്തെ സുവർണ താളുകളിൽ എഴുതപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.